ഹലോ, ഇപ്പോൾ നേരെയൊക്കെ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് നമ്മുടെ സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണേ. ശരിക്കും മാസം ഫസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പോവും, ലാസ്റ്റൊക്കെ ആകുമ്പം തീരുകയും ചെയ്യുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് 5-ാം തീയതി ആയിട്ടുണ്ടല്ലേ, ഇന്ന് 5-ാം തീയതി ആയി. അപ്പോൾ ഞങ്ങൾ പോയി ഇന്ന് മാവേലി സ്റ്റോറിന് സാധനമൊക്കെ വാങ്ങിയിട്ട് വരാം. അങ്ങനെ നമ്മൾ സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് നേരം വൈകിയതായതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇവിടെ നന്നായിട്ട് തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ ഓരോരോ സെക്ഷൻ കയറി ഇറങ്ങുകയാണ്. ശരിക്കും ഞാനും ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ ഈ ഒരു പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങുന്നത്. സാധനം വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്നത് ഞാനും ഹസ്ബൻഡും കൂടിയാണ് എല്ലാ മാസവും ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഹസ്ബൻഡിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും പൊന്നും കൂടിയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ മാസവും ഹസ്ബൻഡ് പറയുന്ന ഡയലോഗ് ഞാൻ പൊന്നിൻ്റെ അടുത്ത് പറയുകയാണ്, അതൊന്നും വേണ്ട, ഇത് വേണ്ട, അതെടുക്കണ്ട എന്നൊക്കെ. സാധാരണ ഞാനാണ് കേട്ടോ ഈ കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടാത്തതായിരിക്കും, നമുക്ക് ഉപയോഗമൊന്നുമില്ലാത്ത സാധനമായിരിക്കും, ഞാനെടുക്കും. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വഴക്കുറി, വേണ്ട, ഇതൊക്കെ എന്തിനാണ് വെറുതെ പൈസ കളയുന്നത്, തിരിച്ച് വയ്ക്കുന്നൊക്കെ പറഞ്ഞ് വയ്പ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഞാൻ പൊന്നിൻ്റെ അടുത്ത് അത് വേണ്ട, ഇത് വേണ്ട. ശരിക്കും ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഹമാമിൻ്റെ സോപ്പാണ്. അപ്പോൾ ഇന്ന് അവൾക്കത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വിവലിൻ്റെ ഒരു സോപ്പ് അവൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ എവിടെയൊക്കെ കീറുമ്പോഴത്തേക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൾ നോക്കി പറക്കിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും പാവമല്ലേ അവൾ. അവൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അമ്മ സെലക്ട് ചെയ്താൽ മതി, ഞാനെടുത്ത് ബാസ്ക്കറ്റിലൊക്കെ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ മുമ്പേ നോക്കി എടുക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഓരോരോ സെക്ഷൻ ബേസ് ആയിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം മലയങ്കിലുള്ള ഒരു സപ്ലൈകോയിലാണ്. ഇവിടെ ഇങ്ങനെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം. അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ എത്രയോ നാളത്തെ ശേഷമാണ് എല്ലാ സാധനവും എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സാധാരണ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഉള്ള സാധനം എന്താണോ അത് വാങ്ങും, ബാക്കിയൊക്കെ ഞങ്ങൾ പുറത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്നൊക്കെയാണ് വാങ്ങാറ്. പക്ഷേ ഇന്ന് എനിക്കൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല, എല്ലാ സാധനവും ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഫസ്റ്റ് ആയതുകൊണ്ട് ഇന്നായിരിക്കും സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ടാവുക. സാധാരണ എല്ലാ മാസം ഞങ്ങളൊരു 10-ാം തീയതി ആകുമ്പോഴാണ് പോകുന്നത്. ഇപ്രാവശ്യം ഇന്ന് ഞാനങ്ങ് പോയി കേട്ടോ, ഇന്ന് 5-ാം തീയതി ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിട്ടും എല്ലാ ഐറ്റം ഇന്ന് വന്നിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഇത്രയും ഫില്ലായിട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് എല്ലാ സാധനവും കിട്ടി എന്നുള്ളത് എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സാധാരണ കിട്ടാറേ ഇല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് പോകുമ്പോൾ ഈവൻ നമ്മുടെ ഈ ഒരു സൺഫ്ലവർ പോലും അവിടെ ഉണ്ടാകത്തില്ല, വെളിച്ചെണ്ണ മാത്രമേ കാണത്തുള്ളൂ, ബാക്കിയൊക്കെ പുറത്തുനിന്ന് വാങ്ങും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. നമുക്ക് എല്ലാം ഒരു കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. പല കടയിലും കയറി ഇറങ്ങണ്ടല്ലോ. അങ്ങനെ നമുക്ക് ഇന്ന് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടി പോയി നിന്നപ്പോഴത്തേക്കാണ് പൊന്നും ഞാനും കൂടെ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ക്യൂവിൽ അസാധ്യമായ ക്യൂ ആയിരുന്നു കേട്ടോ. ക്യൂവിൽ നിന്നപ്പോഴത്തേക്കാണ് ഞാൻ 1-2 സാധനങ്ങൾ എടുത്തിട്ടില്ല, വീട് ഓടിപ്പോയി 1-2 സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയല്ലോ, പിന്നെ എനിക്ക് വീട്ടിൽ പോയിട്ടൊന്നും വയ്ക്കാനും വയ്യ. അതുകൊണ്ട് ഞങ്ങളിത് എപ്പോഴും പോയി സാധനം വാങ്ങാറുള്ള ഒരു കടയാണ് നമ്മുടെ കല്യാണി റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോയിട്ടൊരു ബീഫ് ചില്ലി ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പോയി ഓർഡർ കൊടുക്കുമ്പോൾ അപ്പോൾ ലൈവായിട്ട് ഉണ്ടാക്കി തരാണ് കേട്ടോ പതിവ്. അങ്ങനെ അവിടുത്തെ പാചകക്കാരനാണ് ഈ ഒരു ചേട്ടൻ. അപ്പം സാധാരണ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഞാനും പൊന്നും ഒക്കെ ഹസ്ബൻഡൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ പുറത്ത് നിൽക്കുക, ഹസ്ബൻഡാണ് പോയി വാങ്ങാറുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ പോയല്ലേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം എന്നെ പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും വഴക്ക് പറയൂ അവരൊക്കെ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചാണ് എടുക്കുന്നത്. പിന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരും കണ്ടിട്ടുണ്ടോ എന്ന് കൂടി അറിയില്ല. എന്തായാലും ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഈ ബീഫ് ഞാൻ കഴിക്കത്തില്ല, എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് ഈ ബീഫിനോടൊന്നും വലിയ താല്പര്യമില്ല, ഇഷ്ടമില്ല കേട്ടോ. വെച്ച് ഒരു ഇടയ്ക്ക് വന്നിട്ട് എല്ലാ ഞായറാഴ്ച ഇങ്ങനെ ബീഫായിരുന്നു. അങ്ങനെ വെച്ച് ഞാനങ്ങ് മടുത്തു ബീഫൊക്കെ. അങ്ങനെ നമ്മുടെ പൊന്നൂനും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ബീഫ് ചില്ലി വാങ്ങിച്ചു. നമ്മുടെ ഒരു ചപ്പാത്തിയും കൂടെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം രാത്രിയിലത്തേക്ക് ഇനി എനിക്കൊന്നും ഉണ്ടാക്കാൻ വയ്യാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ സാധനവും ഫുഡൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ.